നമ്മൾ ജാമിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ പോവാണ്. ജാം 2023 പറ്റി കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെയാണ് എക്സാം പാറ്റേൺ, എന്താണ് സിലബസ്, പിന്നെ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്, എങ്ങനെയാണ് റാങ്കിങ് ഒക്കെ വരുന്നത്, എത്ര റാങ്കിൻ്റെ ഉള്ളിലാണ് വരുന്നത്, അഡ്മിഷൻ പ്രൊസീജിയറാണ്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങളുടെ കോഴ്സ് നിങ്ങൾക്ക് എന്താണ് ഓഫർ ചെയ്ത് തരുന്നത് എന്നുള്ളതും കൂടിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ജാമിനെ പറ്റി അധികം പിടുത്തമില്ലാത്തവർക്ക് ഒരു ജാമിനെ പറ്റിയുള്ള ഒരു കംപ്ലീറ്റ് ഗൈഡ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. So let's start. JAM 2023 highlights. So JAM എന്നുള്ളതിൻ്റെ ഫുൾ ഫോം ഇസ് ജോയിൻറ്റ് അഡ്മിഷൻ ടെസ്റ്റ്. സോ ഈ എക്സാം എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ടെക്നോളജി ജോയിൻറ്റ് അഡ്മിഷൻ ടെസ്റ്റ് ഫോർ MSc ആണ്. MSc ജനറലി MScക്ക് നടത്തുന്ന ടെസ്റ്റാണ്. ഇത് ഇപ്രാവശ്യം കണ്ടക്ട് ചെയ്യുന്നത്, ദാറ്റ് ഈസ് JAM 2023 കണ്ടക്ട് ചെയ്യുന്നത് IIT ഗുവാഹത്തിയാണ്. അത് പല വർഷവും പല IITs ആണ് കണ്ടക്ട് ചെയ്യുക. ഈ വർഷം, കഴിഞ്ഞ വർഷത്തെ IIT റൂർക്കി ആയിരുന്നു. JAM 2022 IIT റൂർക്കി ആയിരുന്നു കണ്ടക്ട് ചെയ്തത്. ഇപ്രാവശ്യം IIT ഗുവാഹത്തിയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് മോഡ് ഓഫ് എക്സാം CBT ആണ്. CBT എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് വെച്ചാൽ ഓൺലൈനാണ്. OMR വെച്ച് ടൈം കൺസ്യൂമിങ് തീരെ ആവില്ല. OMR ഒന്നും ആവശ്യമില്ല. OMR ഇങ്ങനെ ബബിൾ ചെയ്യേണ്ട ഒന്നും സമയം ആവശ്യമില്ല. CBT ആണ്. പിന്നെ ഇനി ഒരു പ്രാവശ്യം, ഇപ്പോൾ ഓഫ്ലൈൻ എക്സാംസ് ആണെങ്കിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ഒരു പ്രാവശ്യം ഒന്ന് ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ആൻസർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പിന്നീട് ആൻസർ ഇതല്ല എന്ന് മനസ്സിലാക്കിയാൽ പോലും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ CBT ഈസ് എ വെരി സേഫ് മോഡ്. CBTയിൽ നമുക്ക് ഒരു പ്രാവശ്യം നമ്മളിപ്പോൾ ഒരു ആൻസർ ഓപ്റ്റ് ചെയ്തു, പിന്നീട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴോ അല്ലെങ്കിൽ പിന്നീട് നമുക്ക് എന്തെങ്കിലും ഓർമ്മ വന്നപ്പോൾ ഇതല്ല ആൻസർ എന്ന് തോന്നിയാൽ അത് നമുക്ക് മാറ്റി ഓപ്റ്റ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ ടൈമിങ്ങും എല്ലാവർക്കും കൃത്യം ഈക്വലി 3 hours ടൈമേ കിട്ടുന്നുള്ളൂ. ഡ്യൂറേഷൻ ഓഫ് എക്സാം 3 hours ആണ്. ഒരാൾക്ക് കൂടുതൽ ഇയാൾക്ക് കുറവ് അങ്ങനെയൊന്നും കിട്ടില്ല. ഭയങ്കര യൂണിഫോം ആയിട്ടാണ് നടത്തുക. അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് ഓൺലൈൻ എക്സാമിന്. സോ ദ മോഡ് ഓഫ് എക്സാം ഇസ് കമ്പ്യൂട്ടർ ബേസ്ഡ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് ഗുവാഹത്തിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് jam.iitg.ac.in. ഗുവാഹത്തിയുടെ വെബ്സൈറ്റിൽ ജാമിനായിട്ടുള്ള ഒരു പോർട്ടലുണ്ട്. ഇല്ലെങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റായിട്ട് jam.iitg.ac.in സൈറ്റിലേക്ക് പോയാൽ ജാമിനെ പറ്റിയുള്ള റീസെൻറ്റ് അപ്ഡേറ്റ്സ് കാണാം നമുക്ക്. ആൻഡ് ദി കോഴ്സ് ഇസ് ഓഫേർഡ് ബൈ ജാം. ജാം വഴി ഏതൊക്കെ കോഴ്സസിന് നിങ്ങൾക്ക് ചേരാം എന്നുള്ളതാണ്. MSc സാധാ MSc ഏതാണെങ്കിലും ചേരാം. അതേപോലെ MSc പ്ലസ് PhD, MScയും PhDയും ചേരാം. അതേപോലെ തന്നെ MSc പ്ലസ് PhD ഡ്യുവൽ ഡിഗ്രി. ഡ്യുവൽ ഡിഗ്രി എന്ന് പറയുമ്പോൾ MSc ഒരു ഡിഗ്രിയും PhD വേറെ ഒരു ഡിഗ്രിയും ആയിട്ടാണ് നിങ്ങൾക്ക് അവാർഡ് ചെയ്യുന്നത്. മറ്റത് ഒരുമിച്ചായിരിക്കും. പിന്നെ അതേപോലെ MSc പ്ലസ് MTech, അതൊരു 4 year കോഴ്സാണ്. ഈ MSc പ്ലസ് PhD മിനിമം 5 years ആയിരിക്കും. പിന്നെ PhDൻ്റെ ആവശ്യമുള്ള പോലെ എക്സ്റ്റെൻഡ് ചെയ്യാം. MSc പ്ലസ് MTech ഒരു 4 year കോഴ്സാണ്. ചില സ്ഥലത്ത് ഇത് 3 year കോഴ്സും കൂടിയാണ്. MTech നമുക്കറിയാം 2 year കോഴ്സാണ്. MScയും ഒരു 2 year കോഴ്സാണ്. ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അത് 3 years നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ പിന്നെ ഇൻ്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് PhD പ്രോഗ്രാംസ് ഒക്കെ ജാം വഴി നമുക്ക് അഡ്മിഷൻ കിട്ടാവുന്നതാണ്. ഡ്യൂറേഷൻ ഓഫ് എക്സാം ഞാൻ പറഞ്ഞു 3 hours ആണ്. 3 മണിക്കൂറാണ് നമ്മുടെ ഈ ജാം 2023 എക്സാം. ജനറലി എല്ലാ ജാം എക്സാംസും 3 hours ടെസ്റ്റാണ്. ആൻഡ് മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ഓൺലൈൻ ആണ്. നിങ്ങൾ എന്തായാലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് കഴിഞ്ഞു. ഡെഡ് ലൈൻ ഫോർ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോം October 14th ആയിരുന്നു. അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞു. ഇനി അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്നത് January 2023 ജാനുവരിയിലായിരിക്കും അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്നത് ഏകദേശം വരിക. അതേപോലെ തന്നെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് February 12, 2023 ആണ്. ഇത് കഴിഞ്ഞ് റിസൾട്ട് വരുന്നത് ഏകദേശം നെക്സ്റ്റ് തൊട്ട് അടുത്ത മന്തിൽ തന്നെ വരാൻ ചാൻസ് ഉണ്ട്, March 22, 2023. പിന്നെ ഇതിൻ്റെ IIT JAM കൗൺസിലിംഗ് രജിസ്ട്രേഷൻ എന്ന് വെച്ചാൽ അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമ്മുടെ പ്രിഫറൻസിന് അനുസരിച്ച് കൊടുത്തിട്ട് നമ്മൾ അലോട്ടഡ് ആവുകയാണ് ചെയ്യാറ് നമ്മുടെ റാങ്കൊക്കെ വെച്ചിട്ട്. സോ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് April 11 to 25, 2023 ആണ്. April 11 സ്റ്റാർട്ട് ചെയ്യും. April 25 ആണ് അവർ കൊടുത്തിരിക്കുന്ന ഡേറ്റ്. ആൻഡ് ലാസ്റ്റ് ഡേറ്റ് ഫോർ റിക്കവറി ഓർ റെക്ടിഫിക്കേഷൻ ഓഫ് ഡിഫക്റ്റഡ് ഡോക്യുമെൻറ്റ്സ് ഇസ് May 1st week. Release of first admission test is 2nd week of Mayum. Release of first admission test is 2nd week of Mayum. Release of second admission test is 3rd week of Mayum ആണ്. ഇത് 2nd weekഉം ഇത് 3rd weekഉം ആണ്. And release of
തേർഡ് അഡ്മിഷൻ ലിസ്റ്റ്, ദാറ്റ് ഇസ് ഫൈനൽ അഡ്മിഷൻ. 3 അഡ്മിഷൻ ലിസ്റ്റ്സ് ആണ് വരുന്നത്. അതിൽ ഫൈനൽ അഡ്മിഷൻ ലിസ്റ്റ് വരുന്നത് ജൂണിലാണ്. ജൂണിലോട്ക്കനെ അഡ്മിഷൻ ലിസ്റ്റുകളൊക്കെ കഴിയും. അങ്ങനെ അവസാനം നമ്മുടെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത്, ക്ലോഷർ ഓഫ് അഡ്മിഷൻ വരുന്നത് ഫസ്റ്റ് വീക്ക് ഓഫ് ജൂലൈ ആണ്. ജൂലൈ ഒടുക്കനെ ഈ ജാം 2023 എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് അഡ്മിഷൻ ക്ലോസ് ആവും. ഇനി എക്സാം പാറ്റേൺ. സോ എക്സാം പാറ്റേൺ ഒരു ഇൻട്രസ്റ്റിംഗ് പാറ്റേൺ ആണ്. നമ്മുടെ അനാലിസിസ്, നമ്മുടെ ഇൻ്റലക്ച്വൽ അബിലിറ്റീനെ ടെസ്റ്റ് ചെയ്യുന്നതും കൂടിയാണ്. ദി എക്സാം പാറ്റേൺ ഓഫ് IIT JAM 2023 has been given below. IIT JAM 2023 അല്ലെങ്കിൽ ജനറലി IIT JAMൽ 60 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറ്. ഈ 60 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. എന്ന് വെച്ചാൽ അതിൽ ചോയ്സ് ഒന്നുമില്ല, ഇത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി എന്നില്ല, 60യും അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ചില നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ അല്ലെങ്കിൽ ചില സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, ചില സ്വയം കോളേജ് നടത്തുന്ന എക്സാംസിലൊക്കെ ഇത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലൊക്കെ ടെസ്റ്റ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ജാമിൽ 60 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. എന്ന് വെച്ചാൽ അതിൽ ഇന്ന നമ്പർ ഓഫ് 60 ഔട്ട് ഓഫ് 60 ക്വസ്റ്റ്യൻസിന് മാർക്സ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇനി 60 സെക്ഷൻസ്, ഈ 60 ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ 3 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സെക്ഷൻ ഇ, സെക്ഷൻ ബി ആൻഡ് സെക്ഷൻ സി. അതിൽ സെക്ഷൻ എയിൽ 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്, സെക്ഷൻ ബിയിൽ 10 ക്വസ്റ്റ്യൻസ് ആൻഡ് സെക്ഷൻ സിയിൽ 20 ക്വസ്റ്റ്യൻസ്. സോ 30 + 10 + 20 60 ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 30 + 10 + 20 3 സെക്ഷനായിട്ട്. ടോട്ടൽ മാർക്സ് ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പർ ഇസ് ഇൻ 100 മാർക്സ്. ഈ 60 ക്വസ്റ്റ്യൻസിൻ്റെ ടോട്ടൽ മാർക്ക്, മാക്സിമം മാർക്ക് കിട്ടാവുന്നത് 100 ആണ്. 100 ആണ് ഈ എക്സാമിൻ്റെ മാക്സിമം മാർക്സ്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. സോ IIT JAM will have negative marking for section A. സെക്ഷൻ എക്ക് മാത്രമേ നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുള്ളൂ. So for section A, 1/3 of marks will be deducted for each wrong 1 mark answer and 2/3 of marks for 2 mark questions. ഈ സെക്ഷൻ എയിൽ തന്നെ 1 mark questions ഉണ്ട്, 2 mark questions വരുന്നുണ്ട്. ഈ 1 mark questions ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ, നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തു, അതിലൊരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ -1/3 ആണ് പോകുന്നത്. എന്ന് വെച്ചാൽ 1/3 മാർക്ക് കുറയും. എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ 3 ക്വസ്റ്റ്യൻസ് തെറ്റിയാൽ 1 മാർക്ക് കുറയും. ഇനി 2 mark ക്വസ്റ്റ്യൻസിലാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ 2/3 മാർക്ക് കുറയും. എന്ന് വെച്ചാൽ 3 ക്വസ്റ്റ്യൻസ് തെറ്റിയാൽ 6 മാർക്ക് കുറയും. എന്ന് വെച്ചാൽ നമ്മൾ സെക്ഷൻ എയിൽ ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തു, അത് ശരിയാണെങ്കിൽ യു വിൽ ഗെറ്റ് 1 പോയിന്റ്. സെക്ഷൻ എയിൽ 1 mark ക്വസ്റ്റ്യൻ ആണെങ്കിൽ ശരിയാണെങ്കിൽ നമുക്ക് 1 പോയിന്റ് കിട്ടും. ഇനി നിങ്ങളത് അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്നും 0 പോയിന്റ്. എന്ന് വെച്ചാൽ കിട്ടുന്നുമില്ല, കുറയുന്നുമില്ല, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. നിങ്ങൾ ആൻസർ ചെയ്തു, പക്ഷെ അത് തെറ്റായ ഉത്തരമാണെങ്കിൽ 1/3 മാർക്ക് കുറയും, -1/3 ആവും. അതേപോലെ തന്നെ 2 mark ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ആൻസർ ചെയ്തു, അത് ശരിയാണെങ്കിൽ +2 മാർക്സ് കിട്ടും. അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ 0, ഒരു വ്യത്യാസമില്ല. ഇനി അറ്റംപ്റ്റ് ചെയ്തു, അത് തെറ്റായ ഉത്തരമാണെങ്കിൽ -2/3 മാർക്സ് കുറയും. പിന്നെ സെക്ഷൻ ബിക്കും സെക്ഷൻ സിക്കും നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. സെക്ഷൻ ബിക്ക് പാർഷ്യൽ മാർക്കിംഗും ഇല്ല, സെക്ഷൻ സിക്കും പാർഷ്യൽ മാർക്കിംഗ് ഇല്ല. ഇനി ഈ സെക്ഷൻസ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? സെക്ഷൻ എ ഞാൻ പറഞ്ഞു 30 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ജാം എക്സാമിന് ഒബ്ജക്റ്റീവ് ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. എന്ന് വെച്ചാൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ഡിസ്ക്രിപ്റ്റീവ് ഇൻ ദ സെൻസ് പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ എഴുതി ഫലിപ്പിക്കേണ്ട അല്ലെങ്കിൽ എഴുതി കൺവിൻസ് ചെയ്യേണ്ട നമ്മൾ കുറേ ഡിസ്ക്രിപ്ഷൻ ആയിട്ടുള്ള ആൻസേഴ്സ് നൽകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് ആൻഡ് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. അതിൽ ഒറ്റ ഉത്തരമേ ശരിയാവുള്ളൂ, ബാക്കി 3 ഉത്തരങ്ങളും തെറ്റായിരിക്കും. എന്നുവെച്ചാൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും, ഈ 4 എണ്ണത്തിൽ 1 മാത്രമായിരിക്കും ആൻസർ. അതാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഇനി മൾട്ടിപ്പിൾ സെലക്ട് എന്ന് പറഞ്ഞാൽ ഒന്നിലേറെ ഓപ്ഷൻസ് കറക്റ്റ് ആകാം. എന്നുവെച്ചാൽ 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ 1 ഓപ്ഷൻ കറക്റ്റ് ആകാം, വേണമെങ്കിൽ 2 ഓപ്ഷൻസ് കറക്റ്റ് ആകാം, വേണമെങ്കിൽ 3 ഓപ്ഷൻസും കറക്റ്റ് ആകാം, വേണമെങ്കിൽ 4 ഓപ്ഷൻസും കറക്റ്റ് ആകാം. ഇങ്ങനെ മോർ ദാൻ 1 ആൻസർ ഉള്ള അല്ലെങ്കിൽ മോർ ദാൻ 1 ഓപ്ഷൻ റൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയും. ഇതാണ് സെക്ഷൻ ബി വരുന്നത്. ഈ സെക്ഷൻ ബിയിൽ പാർഷ്യൽ മാർക്കിംഗ് ഇല്ല, അത് ശ്രദ്ധിക്കണം.
അതേപോലെ തന്നെ നെഗറ്റീവ് മാർക്കിങ്ങും ഇല്ല, അതും ഒരു പോസിറ്റീവാണ്. നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കേണ്ടത് പാർട്ട് ബി, സെക്ഷൻ ബിയും സെക്ഷൻ സിയും ആണ്. അതത്ര എളുപ്പമായിരിക്കില്ല, പക്ഷെ എന്നാൽ പോലും നമ്മുടെ മാർക്ക് കുറയാൻ ചാൻസ് കുറവ്. ഐ മീൻ ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആൻസേഴ്സ് എല്ലാം ഇപ്പോഴും ശരിയാവണമെന്ന് 100% ഉറപ്പ് നമുക്ക് എന്തായാലും പറയാൻ കഴിയില്ല. എവിടെയെങ്കിലൊക്കെ എപ്പോഴെങ്കിലൊക്കെ തെറ്റാം. ആ തെറ്റ് സെക്ഷൻ ബിയിലും സെക്ഷൻ സിയിലും ആയാൽ നമുക്ക് മാർക്ക് പോകുന്നില്ല. പക്ഷെ സെക്ഷൻ എയിലാണ് നിങ്ങൾ അതിന് പകരം തെറ്റിച്ചതെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കുറയുന്നുണ്ട് അവിടെ. സോ സെക്ഷൻ ബി എന്ന് പറയുന്ന മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് ആണ്. മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസിൽ ഒന്നിലേറെ ആൻസേഴ്സ് ശരിയാകാം. സോ എല്ലാ ഓപ്ഷൻസും കറക്റ്റായി വായിച്ച് അനലൈസ് ചെയ്തിട്ട് വേണം ഉത്തരം പറയാൻ. പക്ഷെ സെക്ഷൻ എയിൽ നിങ്ങൾ ആദ്യത്തെ ഓപ്ഷൻ തന്നെ ശരിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ പിന്നെ സെക്ഷൻ ബി, പിന്നെ ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഒറ്റ ഉത്തരേ ഉള്ളൂ, അത് ഓപ്ഷൻ ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ സെക്ഷൻ എയിൽ 30 ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞു. അതെങ്ങനെയെന്ന് വെച്ചാൽ 10 1 മാർക്ക് ക്വസ്റ്റ്യൻസും 20 2 മാർക്ക് ക്വസ്റ്റ്യൻസും ആണ്. അങ്ങനെ 50 മാർക്കാണ് സെക്ഷൻ എയിൽ നിന്ന് വരുന്നത്. ഞാൻ പറഞ്ഞു 100 മാർക്കാണ് ജാം എക്സാം എന്ന് പറയുന്നത്. അതിന് പകുതിയോളം വരുന്നത് ഈ മൾട്ടിപ്പിൾ ചോയ്സ് അഥവാ സെക്ഷൻ എയിൽ നിന്നാണ്. അതിലും 20 2 മാർക്ക് ക്വസ്റ്റ്യൻസും 10 1 മാർക്ക് ക്വസ്റ്റ്യൻസും ആണ്. അങ്ങനെ 10 + 20 × 2, ദാറ്റ് ഇസ് 10 + 40, 50 മാർക്സ് സെക്ഷൻ എയിൽ നിന്ന് തന്നെയാണ്. ഇനി സെക്ഷൻ ബി മൾട്ടിപ്പിൾ സെലക്ട് ആണെന്ന് പറഞ്ഞു, 10 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 10 ക്വസ്റ്റ്യൻസിനും 2 മാർക്ക് വീതമാണ്. അങ്ങനെ 10 × 2 20 മാർക്സ് സെക്ഷൻ ബിയിൽ നിന്നാണ്. ഇവിടെ മൾട്ടിപ്പിൾ സെലക്റ്റിൽ ഞാൻ പറഞ്ഞു സെക്ഷൻ ബിയിൽ പാർഷ്യൽ മാർക്കിംഗ് ഇല്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 2 ഓപ്ഷൻസ് ആയിരുന്നു ശരി. നിങ്ങൾ ആകെ ഈ 2 എണ്ണത്തിൽ ആകെ ഒറ്റൊന്നേ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തോളൂ, അതാണ് ശരിയെന്ന് നിങ്ങൾ വെച്ചോളൂ, മാർക്ക് ചെയ്തോളൂ. എന്ന് വെച്ച് നിങ്ങൾക്ക് അതിന് പകുതി ശതമാനം മാർക്ക് കിട്ടത്തില്ല. മുഴുവനും ആൻസർ ചെയ്യണം. ഈ 2ഉം ആൻസർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. അതേപോലെ ഇപ്പോൾ 2 ഓപ്ഷൻസ് ആണ് ശരി, നിങ്ങൾ 3 ഓപ്ഷൻസ് ആൻസർ ചെയ്തു, ഈ 2 പ്ലസ് വേറെ ഒന്നും, അപ്പോഴും നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. യു വിൽ നോട്ട് റിസീവ് എനി മാർക്സ്. ഒന്നെങ്കിൽ ഫുൾ മാർക്ക് അല്ലെങ്കിൽ നോ മാർക്ക്, അല്ലാതെ ഒരു ഹാഫ് 3/4 അങ്ങനത്തെ ഒരു മാർക്കിംഗ് സിസ്റ്റം സെക്ഷൻ ഡിയിലും സെക്ഷൻ സിയിലും വരുന്നതില്ല. ഇനി ലാസ്റ്റ് സെക്ഷൻ സി എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പാണ്. ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് എന്ന് വെച്ചാൽ ഒരു ബ്ലാങ്ക് ആയിരിക്കും, അതൊരു നമ്പർ ആയിരിക്കും അവിടെ ആൻസർ വരിക. ഒരു റിയൽ നമ്പർ അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഡെസിമൽ നമ്പർ, അങ്ങനെ ഒരു നമ്പർ ആയിരിക്കും അവിടെ ഉത്തരമായിട്ട് വരിക. ഇനി ചില ക്വസ്റ്റ്യൻസിൽ അവർ സ്പെസിഫൈ ചെയ്യും. ഇപ്പോൾ ഡെസിമൽ നമ്പർ ആണെങ്കിൽ അവർ ഇത്ര നമ്പർ ഓഫ് ഡെസിമൽസ് വരെ ഉള്ള ഉത്തരം എഴുതാൻ പറയും. അങ്ങനെയൊക്കെ അത് ക്വസ്റ്റ്യനിൽ തന്നെ അവർ മെൻഷൻ ചെയ്യുന്നതാണ്. So section C 20 number of questions, numerical answer type, and ഈ ഓരോ ക്വസ്റ്റ്യനും ഇവിടെയും 2 ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് വരുന്നുണ്ട്. എന്താ വെച്ചാൽ 1 മാർക്ക് ക്വസ്റ്റ്യനും വരുന്നുണ്ട്, 2 മാർക്ക് ക്വസ്റ്റ്യനും വരുന്നുണ്ട്. സെയിം സെക്ഷൻ എനെ പോലെ തന്നെയാണ്. 1 മാർക്ക് ക്വസ്റ്റ്യനും വരുന്നുണ്ട്, 2 മാർക്ക് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ ഡിഫറൻസ് വരുന്നുണ്ട്. 1 മാർക്ക് ക്വസ്റ്റ്യൻസും 10 ക്വസ്റ്റ്യൻസ് ആണ്, 2 മാർക്ക് ക്വസ്റ്റ്യൻസും 10 ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ 10 + 10 × 2 ദാറ്റ് ഇസ് 30 മാർക്സ് ആണ് സെക്ഷൻ സിയിൽ നിന്ന് വരുന്നത്. അപ്പോൾ 30 ക്വസ്റ്റ്യൻ സെക്ഷൻ എ, 10 ക്വസ്റ്റ്യൻ സെക്ഷൻ ഡി, 20 ക്വസ്റ്റ്യൻ സെക്ഷൻ സി. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ 50 മാർക്സ് ഫ്രം സെക്ഷൻ എ, 20 മാർക്സ് ഫ്രം സെക്ഷൻ ഡി ആൻഡ് 30 മാർക്സ് ഫ്രം സെക്ഷൻ സി. ഇനി നമ്മുടെ മാത്സിൻ്റെ സിലബസിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചുവിടാം. 3 യൂണിറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയും. റിയൽ അനാലിസിസ്, മൾട്ടിവേരിയബിൾ കാൽക്കുലസ് ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ലീനിയർ ഓൾജിബ്ര ആൻഡ് ഓൾജിബ്ര. ഇനി റിയൽ അനാലിസിസിൽ ഫർദർ ഡിവൈഡ് ചെയ്താൽ സീക്വൻസസ് ആൻഡ് സീരീസിന് ഒരു യൂണിറ്റും അല്ലെങ്കിൽ ഒരു സെക്ഷനും, ഫങ്ഷൻസ് ഓഫ് 1 റിയൽ വേരിയബിൾ വേറൊരു സെക്ഷനും ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ സീക്വൻസസ് ആൻഡ് സീരീസ് ഓഫ് റിയൽ നമ്പേഴ്സിൽ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺവേർജൻസ്, ബൗണ്ടഡ് ആൻഡ് മോണോട്ടോൺ സീക്വൻസസിനെ പറ്റി, കോഷി സീക്വൻസസിനെ പറ്റി, പിന്നെ തിയറംസ് ആയിട്ടുള്ള ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം, അബ്സല്യൂട്ട് കൺവേർജൻസ്, ടെസ്റ്റ്സ് ഫോർ കൺവേർജൻസ് ഫോർ സീരീസ് ആൻഡ് സീക്വൻസസ്. സീക്വൻസസിന് പിന്നെ ടെസ്റ്റ്സ് എന്ന് പറയാനൊന്നുമില്ല. ടെസ്റ്റ്സ് ഓഫ് കൺവേർജൻസ് ഫോർ സീരീസ്, അതിൽ മെയിനായിട്ട് കമ്പാരിസൺ ടെസ്റ്റ്, റേഷ്യോ ടെസ്റ്റ്, റൂട്ട് ടെസ്റ്റ്, പവർ സീരീസ് ഓഫ് 1 റിയൽ വേരിയബിൾ, റേഡിയസ് ആൻഡ് ഇൻ്റർവൽ ഓഫ് കൺവേർജൻസ്, ടേം വൈസ് ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ ഓഫ് പവർ സീരീസ്. ഇത്രയാണ് സീക്വൻസസ് ആൻഡ് സീരീസ് ഓഫ് റിയൽ നമ്പേഴ്സിൽ വരുന്നത്. സീക്വൻസസിൽ കൺവേർജൻസ് വരും, പിന്നെ ബൗണ്ടഡ്നെസ്, പിന്നെ മോണോട്ടോൺ, ഇതൊക്കെ മോണോട്ടോണിസിറ്റി, ഇതൊക്കെയാണ്. കോഷി സീക്വൻസസ്, ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം. അതേപോലെ അബ്സല്യൂട്ട് കൺവേർജൻസ്,
പിന്നെ ടെസ്റ്റ്സ് ഫോർ കൺവേർജൻസ് ഓഫ് സീരീസ്. ഈ അബ്സല്യൂട്ട് കൺവേർജൻസ് സീരീസിലുണ്ട്. പിന്നെ അതിൽ ടെസ്റ്റ്സ് ഒക്കെ വരുന്നത് കമ്പാരിസൺ ടെസ്റ്റ്, റേഷ്യോ ടെസ്റ്റ്, റൂട്ട് ടെസ്റ്റ്, ഇതാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം ആൻസർ കണ്ടുപിടിക്കാം. പിന്നെ പവർ സീരീസിനെ പറ്റിയിട്ടാണ്. പവർ സീരീസ് ഇൻ വൺ വേരിയബിൾ. ഇനി പവർ സീരീസിന്റെ റേഡിയസ് ആൻഡ് ഇന്റർവൽ ഓഫ് കൺവേർജൻസ്, പിന്നെ ടേം വൈസ് ഡിഫറൻസിയേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ ഓഫ് പവർ സീരീസ്. ഇത്രക്കുമാണ് സീക്വൻസസ് ആൻഡ് സീരീസ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്നിട്ടുള്ള റിയൽ അനാലിസിസിന്റെ പാർട്ടിൽ വരുന്നത്. അടുത്തത് ഫങ്ഷൻസ് ഓഫ് വൺ വേരിയബിളിന്റെ പ്രോപ്പർട്ടീസും അതിന്റെ അനാലിസിസ് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഇന്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി, എൽ ഓർബിറ്റൽസ് റൂൾ, മീൻ വാല്യൂ തിയറം, റോൾസ് തിയറം, ഡിഫറൻസിയേഷൻ, Taylor's theorem, Taylor's series, maximum and minimum, Riemann integration, and fundamental theorem of calculus. So functions of one variable, നമ്മുടെ limit, continuity, differentiation, integration, intermediate value property, Taylor series, maximum, minimum, പിന്നെ fundamental theorem of calculus, L L'Hopital's rule. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈവൻ അതിൻ്റെ മാത്രം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പോലും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നതാണ് L L'Hopital's rule. പിന്നെ ടൈലേഴ്സ് തിയറം, മീൻ വാല്യൂ തിയറം, റോൾസ് തിയറം, ഇതൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് വൺ വേരിയബിൾ വരുന്നത്. ഇനി മൾട്ടി വേരിയബിൾ കാൽക്കുലസും ഡിഫറൻഷ്യൽ ഇക്വേഷൻസും. അതിൽ മൾട്ടി വേരിയബിൾ കാൽക്കുലസിൽ വരുന്നതാണ് ഫങ്ഷൻസ് ഓഫ് 2 or 3 റിയൽ വേരിയബിൾസ് ആൻഡ് ഇൻറ്റഗ്രൽ കാൽക്കുലസ്. അതിൽ ഫങ്ഷൻസ് ഓഫ് 2 or 3 റിയൽ വേരിയബിൾസിൽ വരുന്നത് എന്ന് പറയുന്നത് 2 or 3 വേരിയബിൾസ് ആയ ഫങ്ഷൻസിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ, കണ്ടിന്യൂറ്റി കണ്ടുപിടിക്കാൻ, പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ, ടോട്ടൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ, അതേപോലെ തന്നെ മാക്സിമ ആൻഡ് മിനിമ ഓഫ് ഫങ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ്. പിന്നെ ഇൻറ്റഗ്രൽ കാൽക്കുലസ്. ഇൻറ്റഗ്രൽ കാൽക്കുലസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ഇൻറ്റഗ്രേഷൻ കണ്ടുപിടിക്കാൻ, ട്രിപ്പിൾ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാൻ, ഡബിൾ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാൻ. ഇനി ഇതേ ഇൻറ്റഗ്രൽസ് വെച്ചിട്ട് വോളിയം കണ്ടുപിടിക്കാൻ, ഏരിയാസ് കണ്ടുപിടിക്കാൻ, calculating surface areas and volumes using double integrals, calculating volumes using triple integrals, and even change of order of integration. ഓർഡർ ഓഫ് ഇൻറ്റഗ്രേഷൻ ചേഞ്ച് ചെയ്താൽ എങ്ങനെ വരും എന്നുള്ളത് പോലും. പിന്നെ അതേ ഇതിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വരുന്നുണ്ട്. ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ കുറേ ബെർണോളീസ് ഇക്വേഷൻ, എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടേഴ്സ്, ഓർത്തോഗണൽ ട്രാജക്ടറീസ്, homogeneous differential equations, method of separation of linear functions, linear differential equations of second order with constant coefficients, method of variation of parameters, and Cauchy-Euler equation. ഇത്രയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ വരുന്നത്. പല ടൈപ്സ് ഓഫ് ഇക്വേഷൻസും അത് സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ്, അങ്ങനെയൊക്കെ. പിന്നെ ലാസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ലീനിയർ ഓൾജിബ്ര ആൻഡ് ഓൾജിബ്രയാണ്. അതിൽ ലീനിയർ ഓൾജിബ്രയിൽ വരുന്നതാണ് മാട്രിസസ് ആൻഡ് ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസസ്. മാട്രിസസിൽ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്തായാലും ക്വസ്റ്റ്യൻ വരുന്നു, ഉറപ്പിച്ച് പറയാവുന്ന പോർഷനാണത്. സിസ്റ്റംസ് ഓഫ് ലീനിയർ ഇക്വേഷൻസ്, റാങ്ക് നള്ളിറ്റി തിയറം, ഇൻവേഴ്സ്, ഡിറ്റർമിനന്റ്, ഏഗൻ വാല്യൂസ്, ഏഗൻ വെക്ടേഴ്സ്. ഈവൻ ഏഗൻ വാല്യൂസ്, ഏഗൻ വെക്ടേഴ്സിനും വൺ ക്വസ്റ്റ്യൻ ഷുവർ ആണ്. 1 ഒന്നല്ല, അതിലേറെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. 1 എന്തായാലും ഉണ്ടാവും. ദിൽ നെവർ മിസ് ഔട്ട് ഓൺ ദോസ് ടോപ്പിക്സ്. അതേപോലെ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസിൽ വരുന്നത് ലീനിയർ ഇൻഡിപെൻഡൻസ് ഓഫ് വെക്ടേഴ്സ്, ബേസിസ്, ഡയമെൻഷൻ, ലീനിയർ ട്രാൻസ്ഫർമേഷൻസ്, മാട്രിക്സ് റെപ്രസെൻറ്റേഷൻ, റേഞ്ച് സ്പേസ്, നൾ സ്പേസ്, ആൻഡ് റാങ്ക് നള്ളിറ്റി തിയറം. ഈ റാങ്ക് നള്ളിറ്റി തിയറം മാട്രിസസ് വെച്ചിട്ടും നമുക്ക് പറയാൻ കഴിയും. അതേപോലെ തന്നെ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസസ് വെച്ചിട്ടും നമുക്കറിയാം. വെക്ടർ സ്പേസസും മാട്രിസസും ഇന്റർ റിലേറ്റഡ് ആണ്. സോ അതിൽ രണ്ടിലും റാങ്ക് നള്ളിറ്റി തിയറം വരുന്നുണ്ട്. റാങ്ക് നള്ളിറ്റി തിയറം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ്. അതൊന്നും ക്വസ്റ്റ്യൻ ഉറപ്പാണ്. പിന്നീട് വരുന്നതാണ് ഓൾജിബ്രയിൽ ഗ്രൂപ്പ് തിയറിയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ്, അബീലിയൻ ഗ്രൂപ്പ്സ്, സൈക്ലിക് ഗ്രൂപ്പ്സ്, നോൺ അബീലിയൻ ഗ്രൂപ്പ്സ്, പിന്നെ ഹോമോമോർഫിസംസ്, ഐസോമോർഫിസംസ്, പിന്നെ പെർമിറ്റേഷൻ ഗ്രൂപ്പ്സ്. ഗ്രൂപ്പ്സിൽ ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ട് വരുന്ന പെർമിറ്റേഷൻ, പിന്നെ നോർമൽ സബ് ഗ്രൂപ്പ്സ്, കോഷ്യൻ ഗ്രൂപ്പ്സ്, ലഗ്രാഞ്ചീസ് തിയറം ഫോർ ഫൈനൈറ്റ് ഗ്രൂപ്പ്സ്. ഇത്രക്കൊക്കെ ലഗ്രാഞ്ചീസ് തിയറും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഗ്രൂപ്പ് തിയറിയിൽ, ദാറ്റ് ഈസ് ഓൾജിബ്രയിൽ, ഇത്രക്കൊക്കെയാണ് വരുന്നത്. നമ്മൾ ഇതേപോലെ തന്നെയാണ് യൂണിറ്റ്സ്, ഇതേ ഓർഡറിലല്ല, പക്ഷേ യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3 എന്നിട്ട് നമ്മൾ ഈ സിലബസിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓരോ യൂണിറ്റിലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോർഷൻസും കവർ ചെയ്യുന്നുണ്ട്. കോൺസെപ്റ്റ് ക്ലാസ്സസ് നമ്മുടെ കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ് ഗൈഡ് ടു ക്വാളിഫൈ ജാം 2023 ആണ്. ഓരോ യൂണിറ്റും കോൺസെപ്റ്റ് ക്ലാസ്, പ്രോബ്ലം സോൾവിംഗ് സെഷൻ, ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ.
ഇങ്ങനെ കോൺസെപ്റ്റ് ക്ലാസ് കുറേ എണ്ണം ആയിട്ട് ഡിവൈഡ് ചെയ്യും. നിങ്ങൾക്ക് ഒരു ടേക്കിൽ എടുക്കാൻ പറ്റുന്നത് ഒരു കോൺസെപ്റ്റ് ക്ലാസ് ആയിട്ട് നമ്മൾ ചെയ്യും. ആൻഡ് നമ്മൾ പ്രീവിയസ് ഇയർ പ്രോബ്ലം സോൾവിങ്, ഈ പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ നമ്മൾ 2004 മുതലുള്ള ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട്. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഒരു ലേറ്റസ്റ്റ് ഒരു 3-4 ഇയേഴ്സിലെ ആ ടോപ്പിക്കിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് IIT തന്നെ അഥവാ IIT JAM തന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് തരുന്നുണ്ട്. നെവർ മിസ് ഔട്ട് ഓൺ ഇറ്റ്. മോക്ക് ടെസ്റ്റ്, മാക്സിമം ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. പല സമയത്തും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഉത്തരങ്ങൾ അറിയുന്നുണ്ടാകും, പക്ഷെ വിൽ നോട്ട് ബി ഫാസ്റ്റ് ഇനഫ് ടു ആൻസർ ദാറ്റ് ഇൻ ദ ഗിവൺ ടൈം. നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും ഒക്കെ അറിയുണ്ടാവും, പക്ഷെ പലപ്പോഴും നമുക്ക് ഷോർട്ട് ട്രിക്സിൻ്റെ ആവശ്യം വരാറുണ്ട്. അങ്ങനത്തെ ചെറിയ ഷോർട്ട് ട്രിക്സ് ആയിട്ടുള്ള ഫോർമുലാസ് ഒക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഓൾമോസ്റ്റ് എല്ലാ എക്സാംസിനും അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, ജാമിന് എസ്പെഷ്യലി. കാരണം 3 hours ഉള്ളിൽ 100 mark എക്സാം, അതും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉള്ള 1 mark, 2 mark, മൾട്ടിപ്പിൾ ചോയ്സ്, മൾട്ടിപ്പിൾ സെലക്ട്, ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ടൈം മാനേജ് ചെയ്തേ പറ്റൂ. ഈ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് എക്സാമിനെ പോലെ 3 hours കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സാംസ് അറ്റൻഡ് ചെയ്തോടെ ഇരിക്കലാണ്. അതിനാണ് ഈ മോക്ക് ടെസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ IIT Roorkee ഹാസ് റിലീസ്ഡ് IIT JAM 2023 മോക്ക് ടെസ്റ്റ് വിൻഡോ ഫോർ ഓൾ 7 subjects. ഈവൻ മാത്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ 7 subjectsലും IIT Roorkee മോക്ക് ടെസ്റ്റ്സ് റിലീസ് ചെയ്തിട്ടുണ്ട്. അത് അവരുടെ സൈറ്റിലുണ്ടാകും. Now, candidates can very easily access the mock tests as no login credentials are required to take the test. ആർക്കും അറ്റൻഡ് ചെയ്യാം. അങ്ങനെ ലോഗിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് സൈൻ ഇൻ ചെയ്ത് അങ്ങനെയൊന്നുമില്ല. എനിവൺ ക്യാൻ അപ്ലൈ, എനിവൺ ക്യാൻ അറ്റംപ്റ്റ്. ഇനി with the help of IIT JAM 2023 mock test, applicants can get familiar with the online exam pattern and prepare for the actual exam. പിന്നെ പലവരും ഓൺലൈൻ എക്സാം ആദ്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഈ ഓൺലൈൻ എക്സാം എന്നുള്ളതൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണ് ഓൺലൈൻ എക്സാം എന്നുള്ളതൊക്കെ, കാരണം ഇപ്പം നിങ്ങൾ എക്സാമിന് പോയി നിങ്ങൾ ആദ്യമായിട്ട് ഓൺലൈൻ എക്സാം ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എന്തായാലും ഒരു തപ്പിപ്പിടുത്തം ഉണ്ടാവും. എങ്ങനെയാണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ഒഴിവാക്കേണ്ടത്, എങ്ങനെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുക, എങ്ങനെയാണ് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക, ഓർ ഡേറ്റ യൂസ് ചെയ്യുക, ഇതൊക്കെ ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. തുടക്കത്തിലാണ് എന്തായാലും ഉണ്ടാവും. സോ അതൊക്കെ ഒഴിവാക്കാൻ, ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഒഴിവാക്കാനും, to get used to the actual exam, to get familiar to the actual exam, mock tests attempt ചെയ്യൽ ഭയങ്കര ഒരു വലിയൊരു ഫേവറിങ് കാര്യമാണ്. Now, with the help of IIT JAM mock tests, candidates can also calculate their scores and get an idea about the level of their performance. And ഓരോ പ്രാവശ്യം നിങ്ങളിപ്പോൾ ഓരോ പ്രാവശ്യം പഠിക്കുന്നു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സാമിനൊക്കെ തൊട്ട് മുന്നേ നിങ്ങളുടെ റിവിഷനൊക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം ഇങ്ങനെ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലെവൽ അറിയാം. ഇനി എന്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇനി എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോറും കണ്ടുപിടിക്കാൻ കഴിയുമല്ലോ. അപ്പോൾ ആ സ്കോർ വെച്ചിട്ട് ഏകദേശം എത്ര റാങ്ക് വരാം, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എത്ര സ്കോറിലുള്ളവർ കയറി എന്നുള്ളതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം. നിങ്ങളുടെ പെർഫോമൻസ് തന്നെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം. എവിടെയൊക്കെ ബെറ്റർ ആക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം. Now, after analyzing the performance, they can work on the areas which require improvement in terms of preparation and revision. ഇങ്ങനെ സ്കോർ കണ്ടിട്ട് നിങ്ങളുടെ പെർഫോമൻസ് അനലൈസ് ചെയ്തതിന് ശേഷം എവിടേക്കാണോ നിങ്ങൾക്ക് ബെറ്റർ ആവേണ്ടത് അവിടെയൊക്കെ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവിടെ കൂടുതൽ ഫോക്കസ് കൊടുത്ത് മുന്നോട്ട് പോകാം. ആൻഡ് യൂസ് ഓൾ ദ ട്രിക്സ് ഓർ ഷോർട്ട് കട്ട് മെത്തേഡ്സ് ദാറ്റ് യു ലേൺ ഡ്യൂറിങ് ദ പ്രിപ്പറേഷൻ. നിങ്ങൾ എക്സാം അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ആക്ച്വൽ എക്സാം ആണ് എന്നുള്ള നിലക്ക് വേണം ചെയ്യാൻ. മീൻസ് നിങ്ങൾ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിട്ട് കണ്ടിന്യൂസ് 3 hours ആ എക്സാം അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നിങ്ങളിപ്പോൾ പഠിച്ച ട്രിക്സ്, ഷോർട്ട് കട്ട് മെത്തേഡ്സ്, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഫോർമുലാസ് ഒക്കെ മാക്സിമം ഓർത്തെടുത്ത് അവിടെ യൂസ് ചെയ്യാൻ നോക്കണം. ആക്ച്വൽ എക്സാമിനെ പോലെ തന്നെ നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റിനെ കണ്ടാൽ ഇറ്റ് ബി വെരി വെരി യൂസ്ഫുൾ. ഇനി കാൻഡിഡേറ്റ്സിന്, ദാറ്റ് ഈസ് അപ്ലിക്കൻസിന്, മോർ ദാൻ 1 പേപ്പർ ജാം അപ്ലൈ ചെയ്യാം. നമ്മൾ മാത്സിന് വരെ മാത്തമാറ്റിക്സും മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സും എന്നുവെച്ചാൽ BSc മാത്സ് കഴിഞ്ഞവർക്ക് മാത്തമാറ്റിക്സും മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സും 2 പേപ്പറും അറ്റംപ്റ്റ് ചെയ്യാം. സോ കാൻഡിഡേറ്റ്സ് ക്യാൻ അപ്പിയർ ഫോർ either 1 or 2 ടെസ്റ്റ് പേപ്പേഴ്സ്. ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 2 പേപ്പേഴ്സിനും അപ്പിയർ ചെയ്യാം. ആൻഡ് ഡയറക്റ്റ് അഡ്മിഷൻസ് ടു over 3,000 seats in various
പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് അറ്റ് IITs. 3000 സീറ്റ്സിനോടടുത്ത് ഈ IITസിൽ അതും ഡയറക്റ്റ് അഡ്മിഷൻ, ഈ ടെസ്റ്റിൻ്റെ സ്കോർ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് അഡ്മിഷൻ കിട്ടുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ പിന്നീട് ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂ ഇതൊന്നും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എങ്ങനെയാണോ എക്സാമിൽ പെർഫോം ചെയ്തിരിക്കുന്നത് അത് അനുസരിച്ച്, ആ സ്കോർ അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്. സോ ഇതൊരു ഭയങ്കര ക്രൂഷ്യൽ എക്സാമാണ്. And JAM 2023 scores can be used for admissions to over 2,300 seats by various CFTIs including NITs, IISc, DIIT, IIEST, IISER Pune, IISER Bhopal, IIPE, JNCSR, SLIT. IIT JAM 2023 counseling അല്ലാതെ IIT JAMന്റെ സ്കോർ വഴി പല NITs, പല IIITs, പിന്നെ വേറെ പല CFTIs, സെൻട്രലി ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, പിന്നെ IISER പൂനെ, IISER ഭോപ്പാൽ, IISc, ഇങ്ങനെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അതർ ദാൻ IITs ആയിട്ടുള്ള കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ജാം സ്കോർ വഴി അഡ്മിഷൻ എടുക്കുന്നതാണ്. ഇത്രയും അഡ്മിറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് IITs എടുക്കുന്നത്. ഇതിൽ ടു നെയിം ദ പോപ്പുലർ വൺസ് വി കുഡ് സേ കേരളത്തിലെ IIT പാലക്കാട്, പിന്നെ IIT തിരുപ്പതി, IIT ബോംബെ, IIT ഗുവാഹത്തി, IIT റൂർക്കി, IIT ഡൽഹി, IIT മദ്രാസ്, IIT ഭിലായ്, IIT പത്ന, IIT ജമ്മു, IIT മന്ദി, പിന്നെ അങ്ങനെ കുറേ ഇത്രയും ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഈ JAM 2023 കൗൺസിലിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഈ റിസൾട്ട് വെച്ചിട്ട് വേറെയും കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഈ NITസിലോട്ടുള്ള അഡ്മിഷൻ CCM എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു കൗൺസിലിംഗ് വഴിയാണ്. അതും ഇതേപോലെ തന്നെ നമ്മുടെ JAM സ്കോർ വഴിയാണ് അവരും ആ കൗൺസിലിംഗ് പ്രൊസീജിയറും നടക്കുന്നത്. അതേപോലെ തന്നെ IISER പൂനെ, IISER ഭോപ്പാൽ, ഞാൻ പറഞ്ഞു IISc, ഇവരൊക്കെ ഈ സ്കോർ വെച്ച് എടുക്കുന്നതാണ്. ഇനി നമ്മുടെ മാത്സ് പേപ്പർ അറ്റംപ്റ്റ് ചെയ്തതിന് ശേഷം ഏതൊക്കെ പ്രോഗ്രാംസിലോട്ട് നിങ്ങൾക്ക് ഈ IIT JAM മാത്തമാറ്റിക്സ് MA പേപ്പർ അറ്റംപ്റ്റ് ചെയ്തതിന് ശേഷം ഏതൊക്കെ കോഴ്സസിലോട്ട് അല്ലെങ്കിൽ ഏതൊക്കെ പ്രോഗ്രാംസിൽ നിങ്ങൾ എലിജിബിൾ ആണ്, അത് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ടെസ്റ്റ് പേപ്പർ കോഡ് മാത്തമാറ്റിക്സ് MA ആണ്. MA എന്നാണ് നമ്മുടെ മാത്സിൻ്റെ ടെസ്റ്റ് പേപ്പർ കോഡ്. ഇത് വഴി നമുക്ക് MSc മാത്തമാറ്റിക്സിൽ അഡ്മിഷൻ എടുക്കാം. മോസ്റ്റ് കോമൺ ആയിട്ട് എല്ലാവരും എടുക്കുന്നത് MSc മാത്തമാറ്റിക്സ് തന്നെയായിരിക്കും. അത് എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് IIT ഗാന്ധിനഗർ, IIT ഖരഗ്പൂർ, IIT ഡൽഹി, IIT ബോംബെ, IIT ഇൻഡോർ, IIT ജമ്മു, IIT മദ്രാസ്, IIT പത്ന ആൻഡ് IIT റോപ്പർ. അതിൽ തന്നെ എസെൻഷ്യൽ സബ്ജക്ട്സ് ഇൻ ബാച്ചിലേഴ്സ് ഡിഗ്രി അലോങ് വിത്ത് മിനിമം ഡ്യൂറേഷൻ. ഈ BScയുടെ കൂടെ ഏതെങ്കിലും സ്പെസിഫിക് സബ്ജക്ട്സ് വേണം എന്ന് നിർബന്ധമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. IIT ഗാന്ധിനഗർക്കും IIT ഖരഗ്പൂരിനും നോ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അതേപോലെ IIT ഡൽഹിയിൽ again no restrictions for engineering degrees for BSc or BS degree mathematics for at least 2 years or 4 semesters. So definitely നമ്മൾ BSc മാത്തമാറ്റിക്സ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് പറയുന്നത് നമ്മുടെ ഡിഗ്രീനെ പറ്റിയാണ്, ഏത് ഡിഗ്രി ആവശ്യം എന്നുള്ളതിനെ പറ്റിയാണ്. സോ എഞ്ചിനീയറിംഗ് ഡിഗ്രീസ് ആണെങ്കിൽ കുഴപ്പമില്ല. BSc ഡിഗ്രീസ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 years എങ്കിലും മാത്സ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാം. ആൻഡ് ഫോർ IIT റൂർക്കി mathematics for at least 2 years or 4 semesters, no restrictions for engineering degrees. And ബാക്കി IIT ബോംബെ, IIT ഇൻഡോർ, IIT ജമ്മു, IIT മദ്രാസ്, IIT പത്ന, IIT റോപ്പർ, mathematics for at least 2 years or 4 semesters, again the same. And IIT പാലക്കാട് at least 4 mathematics courses in bachelor's degree. 4 mathematics courses minimum വേണം bachelor's degree. Essential subjects 10+2 level. +1 +2 ഇന്ന സബ്ജക്റ്റ് പഠിക്കണം എന്നുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. ആൻഡ് പിന്നീട് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റിയ പ്രോഗ്രാമാണ് MSc മാത്തമാറ്റിക്സ് ഓർ മാത്തമാറ്റിക്സ് ഇൻ കമ്പ്യൂട്ടർ. MSc മാത്തമാറ്റിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ഇൻ കമ്പ്യൂട്ടിംഗ്, 2 സബ്ജക്ട്സ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും, കമ്പ്യൂട്ടിംഗ് ആൻഡ് മാത്തമാറ്റിക്സ്. MSc മാത്തമാറ്റിക്സ് ആയിട്ടും ഉണ്ട്. ഇത് ഓഫർ ചെയ്യുന്നത് IIT ഹൈദരാബാദ് ആണ്. And no restrictions for engineering degrees for BSc or BS degree mathematics for at least 2 years or 4 semesters. എഞ്ചിനീയറിംഗിന് ശേഷവും നിങ്ങൾക്ക് JAM വഴി MSc മാത്സിന് ചേരാവുന്നതാണ്.
പക്ഷേ എഞ്ചിനീയറിംഗ് ഡിഗ്രീസിന് അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. BSc ഓർ BS ഡിഗ്രി ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 വർഷം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 4 സെമസ്റ്റേഴ്സ് മാത്സ് സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. സോ സ്റ്റാറ്റിക്കാർക്കും ഇത് അപ്ലൈ ചെയ്യാം, ഈവൻ ഫിസിക്സ്കാർക്കും അപ്ലൈ ചെയ്യാം. ഇവിടെയും 10+2 ലെവലിൽ നോ റെസ്ട്രിക്ഷൻസ്. ഇനി നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് MSc MTech ഡ്യുവൽ ഡിഗ്രി ഇൻ മാത്തമാറ്റിക്സ്, ഡേറ്റ ആൻഡ് കമ്പ്യൂട്ടേഷണൽ സയൻസസ്. MSc MTech, MSc in Maths and MTech in Data and Computational Sciences. ഇങ്ങനത്തെ ഡ്യുവൽ ഡിഗ്രിയാണ്, 2 ഡിഗ്രി ഓഫർ ചെയ്യുന്നുണ്ട്, MSc ഡിഗ്രിയും MTech ഡിഗ്രിയും. ഈ ഡ്യുവൽ ഡിഗ്രി ഓഫർ ചെയ്യുന്നത് IIT ജമ്മു ആണ്. മാത്തമാറ്റിക്സ് ഫോർ അറ്റ്ലീസ്റ്റ് 2 years of 4 semesters. 10+2 ലെവലിൽ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. BScയിൽ ഓർ ബാച്ചിലേഴ്സ് ഡിഗ്രിയിൽ മാത്തമാറ്റിക്സ് ഫോർ അറ്റ്ലീസ്റ്റ് 2 years of 4 semesters. നെക്സ്റ്റ് വരുന്നത് MSc Mathematics and Computing. MSc Mathematics and Computing offered by IIT Bhilai and IIT Guwahati and IIT Dhanbad ആണ്. സോ IIT ഭിലായും IIT ഈവൻ 2 എണ്ണത്തിനും മാത്തമാറ്റിക്സ് ഫോർ അറ്റ്ലീസ്റ്റ് 2 years of 4 semesters. ഇതാണ് ബാച്ചിലേഴ്സ് ഡിഗ്രിയിൽ വരുന്ന മിനിമം ക്വാളിഫിക്കേഷൻ. 10+2 ലെവലിൽ IIT ഭിലായിനും IIT ഗാന്ധിനഗറിനും റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പക്ഷേ IIT ധൻബദിന് മാത്തമാറ്റിക്സ് 12th നിർബന്ധമാണ്. അത് യൂഷ്വലി നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ വരുന്നത് MSc Mathematics and Statistics. ഇതൊരു ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് കോഴ്സാണ്. ഇത് ഓഫർ ചെയ്യുന്നത് IIT പട്നയാണ്. ഇവരും ബാച്ചിലേഴ്സ് ഡിഗ്രിയിൽ മാത്തമാറ്റിക്സ് അറ്റ്ലീസ്റ്റ് 2 വർഷം പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ 4 സെമസ്റ്റേഴ്സ് പഠിച്ചിരിക്കണം. 10+2 ലെവൽ +1+2 മാത്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കണം. പിന്നെ വരുന്നത് ജോയിൻറ്റ് MSc PhD in Mathematics. ഒരു ഭയങ്കര ഒരു സ്റ്റാർ കോഴ്സ്, സ്റ്റാർ പ്രോഗ്രാം എന്ന് വേണമെങ്കിൽ പറയാം. PhDയും MScയും കൂടെയുള്ള ജോയിൻറ്റ് പ്രോഗ്രാമാണ്. സോ ഈ പ്രോഗ്രാം ഓഫർ ചെയ്യുന്നത് IIT ഭുവനേശ്വരും IIT ഖരഗ്പൂറുമാണ്. IIT ഭുവനേശ്വറിൻ്റെ ബാച്ചിലേഴ്സ് ഡിഗ്രിയിലുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മാത്സ് ഓർ സ്റ്റാറ്റി ആസ് എ സബ്ജക്ട് ഫോർ അറ്റ്ലീസ്റ്റ് 2 years of 4 semester. ഒന്നുകിൽ മാത്സ് അല്ലെങ്കിൽ സ്റ്റാറ്റി 4 സെമസ്റ്റർ അല്ലെങ്കിൽ 2 years ഉണ്ടാവണം. +1+2 നോ റെസ്ട്രിക്ഷൻസ്. IIT ഖരഗ്പൂരിൽ പറയുന്നത് പക്ഷേ മാത്തമാറ്റിക്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് സബ്ജക്ട്സ് ഫോർ 6 semesters or 3 years എന്ന് വെച്ചാൽ ഫുൾ. യൂഷ്വലി നമ്മുടെ BSc എന്ന് പറയുന്നത് 3 years ആയിരിക്കും. അപ്പോൾ BScയുടെ കേസ് ആണെങ്കിൽ 3 വർഷവും മാത്സ് വേണം, സ്റ്റാറ്റി വേണം. എന്ന് വെച്ചാൽ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ ഓഫർ ചെയ്യുന്ന, അല്ലെങ്കിൽ യൂഷ്വലി ഇവിടെ കേരളത്തിൽ ഉള്ള യൂണിവേഴ്സിറ്റീസിലൊന്നും 3 വർഷവും സ്റ്റാറ്റി വരുന്നില്ല. ഇപ്പോൾ BSc മാത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ കാര്യമാണെങ്കിൽ എടുത്ത് പറയുകയാണെങ്കിൽ BSc മാത്സിന് സ്റ്റാറ്റി നമ്മുടെ ഫൈനൽ ഇയർ വരുന്നില്ല. എന്ന് വെച്ചാൽ നമുക്ക് 4 സെമസ്റ്റർ മാത്രമേ സ്റ്റാറ്റി വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മാത്സ് വഴി പറയാം. മാത്സ് നമുക്ക് 6 വർഷമുണ്ട്, എന്താ പറയുക 3 വർഷമുണ്ട്, 6 സെമസ്റ്റേഴ്സും ഉണ്ട്. ഞാനൊരു എക്സാമ്പിൾ ആക്കി പറഞ്ഞതാണ്. ഇപ്പോൾ വേറൊരു കോഴ്സ് ഇപ്പോൾ ഫിസിക്സിനാണെന്ന് വിചാരിച്ചു. ഫിസിക്സിനിപ്പം ഫിസിക്സ്കാർക്ക് ഈ കോഴ്സിന് ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഈവൻ മാത്തമാറ്റിക്സ് MA എന്ന് പറഞ്ഞ പേപ്പർ ക്വാളിഫൈ ചെയ്താൽ പോലും ഇതിന് ജോയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്കാകെ 4 സെമസ്റ്റേഴ്സേ മാത്സ് ഉള്ളൂ. അപ്പോൾ അവർക്ക് ഈ കോഴ്സ് ജോയിൻ ചെയ്യാൻ കഴിയില്ല. ആൻഡ് IIT ഖരഗ്പൂർ ഓൾസോ സീസ് +1+2 മാത്സ് നിർബന്ധമാണ്. അതും ഒരു മിനിമം ക്വാളിഫിക്കേഷനാണ് ഈ പ്രോഗ്രാം ജോയിൻ ചെയ്യാൻ. നെക്സ്റ്റ് വരുന്നത് MSc PhD ഡ്യുവൽ ഡിഗ്രി ഇൻ ഓപ്പറേഷൻസ് റിസർച്ച്. ഓപ്പറേഷൻസ് റിസർച്ച് OR എന്ന് പറയുന്ന LPP, അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ, നമുക്ക് അറിയാവുന്ന ഓപ്പറേഷൻസ് റിസർച്ച്. സോ ഇതിൽ MSc PhD ഡ്യുവൽ ഡിഗ്രി, ഇതും അത്യാവശ്യം നല്ലൊരു കോഴ്സാണ്. ദിസ് ഈസ് ഓഫേർഡ് ബൈ IIT ബോംബെ. ആൻഡ് ഇതിലും പറയുന്ന ഡിഗ്രിയിലെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് എ സബ്ജക്ട് ഫോർ അറ്റ്ലീസ്റ്റ് 2 years or 4 semesters. അറ്റ്ലീസ്റ്റ് 2 വർഷമോ അല്ലെങ്കിൽ 4 സെമസ്റ്ററോ മാത്സോ സ്റ്റാറ്റിയോ പഠിച്ചാൽ ഇതിന് ജോയിൻ ചെയ്യാം. ആൻഡ് +1+2 റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പിന്നെ വരുന്നത് MSc Applied Mathematics, which is also quite a good course. It is offered by IIT Mandi. And ഗ്രാജുവേഷനിൽ വരുന്ന മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ഫോർ അറ്റ്ലീസ്റ്റ് 2 years or 4 semesters. 2 വർഷം ഓർ 4 സെമസ്റ്റർ മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണം. +1+2 മാത്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എന്തായാലും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് കമ്മിങ് MSc PhD ഡ്യുവൽ ഡിഗ്രി ഇൻ എനർജി സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ദിസ് ഈസ് ഓഫേർഡ് ബൈ IIT ബോംബെ. ആൻഡ് ഇവിടെ ബാച്ചിലേഴ്സ് ഡിഗ്രിയിലെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BSc or any equivalent degree with minimum 3 years duration
with any one of chemistry, mathematics and physics for 2 years or 4 semesters and any one of the remaining 2 subjects for at least 1 year or 2 semesters. This is interesting. So, MSc, PhD, dual degree in energy science and engineering offer ചെയ്യുന്നത് IIT ബോംബെ ആണ്. ഇവരുടെ മിനിമം ക്വാളിഫിക്കേഷൻ ഡിഗ്രിക്ക് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രിക്ക് പറയുന്നത് ഗ്രാജുവേഷൻ ടൈമിൽ പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് ആവണം. എന്നുവെച്ചാൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് ആവണം. നമ്മൾ BSc മാത്സ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് റൈറ്റ് ഓഫ് മിനിമം 3 years ഡ്യൂറേഷൻ. BSc മാത്സ് എന്ന് പറയുന്ന 3 years ഡ്യൂറേഷൻ ആണ്. സോ ഡൺ. With any one of chemistry, mathematics and physics for 2 years or 4 semesters and any one of the remaining 2 subjects for at least 1 year or 2 semesters. Any one of chemistry, maths or physics for 2 years or 4 semesters. BSc മാത്സിൽ നമ്മൾ മാത്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾ 6 സെമസ്റ്ററും പഠിക്കുന്നുണ്ട്. ഓക്കെ ഫൈൻ, നമ്മൾ 4 സെമസ്റ്റേഴ്സ് എന്തായാലും പഠിക്കുന്നുണ്ട്. സോ അതും ഡൺ. അത് കഴിഞ്ഞ് any one of the remaining 2 subjects for at least 1 year or 2 semesters. Physics or chemistryയിലെ at least 1 subject 2 semesters നിങ്ങൾ പഠിച്ചിരിക്കണം. എന്ന് വെച്ചാൽ BSc മാത്സ് എടുത്ത് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. BSc മാത്സിലെ അഡീഷണൽ സബ്ജക്ട്സ് വരുന്നത് കോംപ്ലിമെൻ്ററി വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സും കമ്പ്യൂട്ടർ സയൻസും ആണെങ്കിൽ അവർക്ക് ഈ കോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഫിസിക്സോ കെമിസ്ട്രിയോ അറ്റ്ലീസ്റ്റ് 1 വർഷമോ അല്ലെങ്കിൽ 2 സെമസ്റ്റേഴ്സോ പഠിച്ച കുട്ടികൾക്ക് മാത്രമേ ഈ കോഴ്സിന് ഈ പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ BSc മാത്തമാറ്റിക്സ് വിത്ത് കോംപ്ലിമെൻ്ററി ഫിസിക്സ് ആയവർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാം. +1 +2 റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നെക്സ്റ്റ് വരുന്ന MSc PhD ഡ്യുവൽ ഡിഗ്രി ഇൻ എൻവയൺമെൻറ്റൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് which is also offered by IIT Bombay. And the minimum qualification for graduation is any one of biology, biotechnology, chemistry, mathematics and physics for 2 years or 4 semesters and any one of the other 4 subjects for at least 1 year or 2 semesters. ഇവിടെയും പറയുന്നത് ഒന്നെങ്കിൽ ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഫിസിക്സ് ഇതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് 2 years അല്ലെങ്കിൽ 4 semesters പഠിച്ചിരിക്കണം. ആൻഡ് ഈ സബ്ജക്റ്റ് അല്ലാത്ത ബാക്കി സബ്ജക്ട്സിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് 1 year or 2 semesters പഠിച്ചിരിക്കണം. അപ്പം ഇതേപോലെ തന്നെ BSc മാത്സ് വിത്ത് ഫിസിക്സ് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഇത് അപ്ലൈ ചെയ്യാം. കാരണം നമ്മൾ മാത്സ് 4 semesters എന്തായാലും പഠിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഫിസിക്സും 2 semesters എന്തായാലും പഠിക്കുന്നുണ്ട്. സോ വി ആർ എലിജിബിൾ ഫോർ ദിസ്. ആൻഡ് +1 +2 മാത്സ് ഡെഫിനറ്റ്ലി ഒരു സബ്ജക്റ്റ് ആയിരിക്കണം. ലാസ്റ്റ് പ്രോഗ്രാം ഓഫേർഡ് ഫോർ മാത്സ് ഇസ് ജോയിൻറ്റ് MSc PhD in Atmosphere and Ocean Sciences. And this is offered by IIT Bhubaneswar. ഇവരുടെ minimum qualification for graduation is mathematics and physics with any one of these subjects among chemistry, computer science, computer application, geology and statistics. ഇവിടെ മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് പഠിച്ചിരിക്കണം വിത്ത് എനി വൺ ഓഫ് ദി സബ്ജക്ട്സ് കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ജിയോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. മാത്സും ഫിസിക്സും എന്തായാലും പഠിച്ചിരിക്കണം. അതിൻ്റെ കൂടെ ഒന്നെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ജിയോളജി അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിരിക്കണം. സോ BSc മാത്സ് വിത്ത് ഫിസിക്സ് ആൻഡ് സ്റ്റാറ്റി കോംപ്ലിമെൻ്ററി ആയവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. കാരണം അവർ മാത്സ് പഠിക്കുന്നുണ്ട്, ഫിസിക്സ് പഠിക്കുന്നുണ്ട്, ബാക്കി സബ്ജക്ട്സ് സ്റ്റാറ്റിസ്റ്റിക്സും പഠിക്കുന്നുണ്ട്. പക്ഷേ BSc മാത്ത് വിത്ത് സ്റ്റാറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിന് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഫിസിക്സ് നിർബന്ധമാണ്, ഫിസിക്സ് അവർ പഠിക്കുന്നുണ്ടാവില്ല. ഈവൻ BSc ഫിസിക്സ്കാർക്കും ഇത് അപ്ലൈ ചെയ്യാം. കാരണം അവർ മാത്സ് പഠിക്കുന്നുണ്ട്, ഫിസിക്സും പഠിക്കുന്നുണ്ട്. അതിന് കൂടെ തന്നെ ചിലവർ സ്റ്റാറ്റിയാണ്, ചിലർ കെമിസ്ട്രിയാണ്. ആൻഡ് +1 +2 റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ IIT ഭുവനേശ്വറിൽ ഒരു റെഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ സ്റ്റുഡൻസ് അഡ്മിറ്റഡ് ടു ദി ജോയിൻ MSc PhD program can either leave with MSc degree after the 4th semester or join the PhD program if they have secured a minimum CGPA of 8 at the end of the 3rd semester, clearing the prescribed credit requirements. ഈ ജോയിൻറ്റ് MSc PhD പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തിന് ശേഷം, എന്ന് വെച്ചാൽ 4 സെമസ്റ്ററിന് ശേഷം 2 വർഷമാണല്ലോ MSc കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. അതിനുശേഷം MSc മാത്രം എടുത്തിട്ട് ലീവ് ചെയ്യാം. MSc മാത്രം കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലീവ് ചെയ്യാം. നിങ്ങൾ PhD എടുക്കാൻ താല്പര്യപ്പെടുന്നു എങ്കിൽ MScയുടെ ഫൈനൽ ഇയറിൽ 3rd സെമസ്റ്ററിൻ്റെ മാർക്ക് അനുസരിച്ച് എടുക്കും. 3rd സെമസ്റ്ററിൽ to join the PhD program if they have secured a minimum CGPA of 8 at the end of 3rd semester, clearing the prescribed credit requirements.
ഈ 3rd സെമസ്റ്ററിന് ശേഷം നിങ്ങളുടെ CGPA മിനിമം 8 ആണെങ്കിൽ ആൻഡ് വേറെയും കുറച്ച് ക്രെഡിറ്റ് റിക്വയർമെൻറ്റ്സ് ഉണ്ട്, മീൻസ് ഓരോ സബ്ജക്റ്റിന് ഇത്ര ക്രെഡിറ്റ്സ് എന്നുള്ളതായിരിക്കും. അതും കൂടി നിങ്ങൾ ഫുൾഫിൽ ചെയ്താൽ നിങ്ങൾക്ക് PhD കൂടിയും അവിടുന്ന് തന്നെ ചെയ്യാം, IIT ഭുവനേശ്വറിൽ തന്നെ ചെയ്യാൻ കഴിയും. എനിക്ക് ഒരു മാറ്റം വരുത്താനുള്ളത് IIT K എന്ന് പറയുന്ന IIT കാൺപൂർ ആണ്. എന്ന് വെച്ചാൽ MSc മാത്തമാറ്റിക്സ് ഇസ് അവൈലബിൾ അറ്റ് IIT കാൺപൂർ. അതേപോലെ തന്നെ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, IIT ഖരഗ്പൂർ ഓഫർ ചെയ്യുന്നത് ജോയിൻറ്റ് MSc PhD ഇൻ മാത്തമാറ്റിക്സ് ആണ്. ആൻഡ് നമ്മുടെ കോഴ്സ് നോട്ട്സ് തരുന്നുണ്ട് ആൻഡ് സബ്ജക്റ്റ് വൈസ് ടെസ്റ്റ്സും മോക്ക് ടെസ്റ്റ്സും ഈവൻ നമ്മുടെ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. മോക്ക് ടെസ്റ്റ്സ് ഒഫീഷ്യൽ വെബ്സൈറ്റിലുണ്ട്, ഇവിടെയുണ്ട്. അതേപോലെ തന്നെ ടോപ്പിക് വൈസ് ടെസ്റ്റ്സ് ഓരോ ടോപ്പിക്കിന് ശേഷവും ഞാൻ പറഞ്ഞു ഓരോ ടോപ്പിക്ക് ഓരോ കോൺസെപ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ 2 കോൺസെപ്റ്റ് ക്ലാസ്സിന് ശേഷം ആ കോൺസെപ്റ്റിൽ വരുന്ന എല്ലാ പ്രോബ്ലം സോൾവിങ്, പ്രീവിയസ് ഇയർ പ്രോബ്ലം സോൾവിങ് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, റീസെൻറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഓരോ ടോപ്പിക് വൈസുള്ള ടെസ്റ്റ്സ് ഉണ്ട്, നോട്ട്സ് ഉണ്ട്. സോ ദിസ് ഇസ് എ റിയൽ ഗ്രേറ്റ് ഗൈഡ് ഫോർ യു. All the best.